അപ്പോൾ നമ്മളൊരു 5:45, 6 മണിയാവുമ്പോഴത്തേക്കും ബാംഗ്ലൂരല്ല, ഹൊസൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ കാണുന്നത്. അതായത് ഏട്ടൻ്റെ മാമനും ആൻറ്റിമാരും ഇവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഇവിടുന്നാണ് കാണുന്നത്. അവരൊക്കെ നമ്മളുടെ അടുത്തടുത്ത കമ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ പിന്നെ അവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി, സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് 3 വണ്ടി വന്നിട്ടുണ്ട്. ആകർഷ്, അക്ഷയ്, അഖിലേട്ടൻ. അപ്പോൾ നമ്മൾ നേരെ അഖിലേട്ടൻ്റെ വണ്ടിയിലേക്ക് കയറി. അപ്പോൾ വൈദുവും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരൊക്കെ തലേദിവസം ഉറങ്ങാത്തതുകൊണ്ട് തന്നെ വണ്ടിയിൽ നിന്ന് ഇവരൊക്കെ ഉറങ്ങായിരുന്നേ. നമുക്കും നല്ല ക്ഷീണമുണ്ട്. എനിക്കും വണ്ടിയിൽ നിന്ന് ഒട്ടും ഉറങ്ങാനായിട്ടുണ്ടായിരുന്നില്ല. കാരണം വസു നമ്മളുടെ കിടക്കയിൽ നിന്ന് തന്നെ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് ഉറങ്ങുന്ന ഒരാളാണ്. ആ ഒരു സൗകര്യം വസുവിന് ട്രെയിനിൽ നിന്ന് കിട്ടാത്തതുകൊണ്ട് തന്നെ വസു ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയായിട്ട് ഞാനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്, വസു എങ്ങാനും എണീറ്റ് പോവോ അങ്ങനെയൊക്കെയുള്ള പേടിയുണ്ട്. ഞാനും ശരിക്കും ഒന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിതാ അവരുടെ ഫ്ലാറ്റിലെത്തി. അപ്പം നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മളുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് മേലെ പോയി. മേലെ പോയതിന് ശേഷം പൊന്നൂ പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇനിയിപ്പോൾ ഓരോരുത്തരൊക്കെ കുളിക്കണം, ചായ കുടിക്കണം, അങ്ങനത്തെ ഓരോ പരിപാടിയാണ്. അതിനിടയിൽ ഞാനൊന്ന് മേലെ പോയി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ നേരം ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് അപ്പോൾ ഇനി ഈ പിള്ളേരെയൊക്കെ ഒന്ന് ഫ്രഷ് ആക്കണം. അങ്ങനെ ഞാൻ പിള്ളേരെയൊക്കെ ആദ്യം ഫ്രഷ് ആക്കി. ഞാൻ കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ വൈദുവും സാൻവിയും കൂടെ കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഫോണിൽ എന്തൊക്കെയോ യൂട്യൂബിലെ വീഡിയോസൊക്കെ കാണുകയാണ്. അപ്പോൾ പിന്നെ ഇവൾ പറഞ്ഞ് കുറച്ച് അലക്കിയതൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് മേലെ പോയിട്ട് ആറിയിടാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ മേലെ പോയിട്ട് ആറിയിടുന്നു. അതിനിടയിൽ ഞങ്ങളിങ്ങനെ ഓരോ കഥ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം എന്ന് വെച്ചാൽ നല്ല അടിപൊളി സമയമാണ് കേട്ടോ. പക്ഷേ പണ്ടത്തെ അത്ര തണുപ്പ് ഇപ്പോൾ ബാംഗ്ലൂരിനില്ല എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം നല്ല ചൂടുണ്ട് കേട്ടോ. വെയിലൊക്കെ അടിക്കുന്ന സമയത്ത് നമ്മളുടെ നാട്ടിലത്തെ അത്ര ഇല്ലെങ്കിലും എന്നാലും വെയിലിന് നല്ലൊരു ചൂടുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ നമ്മൾ താഴെ വന്നതിന് ശേഷം പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോഴും ഞാനും കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വേഗം പിള്ളേർക്ക് ഫുഡ് കൊടുത്ത്. കാരണം പിള്ളേർക്കൊക്കെ വിശക്കുന്നുണ്ടായിരുന്നു. ഞാൻ വാരി കൊടുത്തു കഴിഞ്ഞാലേ വസുവും സാൻവിയും മര്യാദയ്ക്ക് കഴിക്കുള്ളൂ. അപ്പോൾ പിന്നെ ഒരു കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വസുവിനെയും സാൻവിനെയും കണ്ടിട്ടില്ല. ഒരേ കളിയാണ്. അപ്പോൾ വടയുണ്ടായിരുന്നു, ഇഡ്ഡലി ഉണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തിന്ന് പിന്നെ ഇത് ഒരു ലോഡ് വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഒരു ലോഡ് ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും വെള്ളം ആവശ്യമാണല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു നമുക്കൊന്ന് വിശാൽ മാർട്ടിൽ പോയിട്ട് വരാം, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് എന്നുള്ളത്. വിശാൽ മാർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് എല്ലാം കൂടി ഇങ്ങോട്ട് മുന്നോട്ടേക്ക് തള്ളി ഇങ്ങോട്ട് പോരും. കാരണം അത്രയ്ക്ക് ഡ്രസ്സുകളാണ് കേട്ടോ. എൻ്റെ ദൈവമേ, എനിക്ക് എവിടുന്നാ തുടങ്ങണ്ടേന്ന് തിരിയില്ല. അങ്ങനെ ഞാൻ ഡ്രസ്സും ബാഗും എല്ലാം ഒന്ന് നോക്കി. കാര്യമായിട്ടുള്ള പർച്ചേസിങ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ അവിടുന്ന് പിന്നെ നേരെ ഇറങ്ങി. അവർക്ക് വേറെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു, അതിനും കൂടെ പോയി. അപ്പോൾ ഇതാ ഏട്ടൻ്റെ അച്ഛൻ കുറച്ച് ഐസ്ക്രീമും ഒക്കെ വാങ്ങിച്ചുകൊണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ എല്ലാവരും കഴിച്ച്. പിന്നെ പിള്ളേർ ഇതാ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഒരുങ്ങിക്കെട്ടി സ്വിമ്മിംഗ് പൂളിലേക്ക് പോകുമ്പോഴാണ് അറിയുന്നത് സ്വിമ്മിംഗ് പൂൾ ക്ലോസ് ആണെന്നുള്ളത്. അപ്പോൾ പവനായി ശവമായി എന്ന് പറഞ്ഞതുപോലെ നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ അമ്മ പറഞ്ഞു നമുക്കൊന്ന് വിശാൽ മാർട്ടിൽ പോയാലോ, വസു ഉറങ്ങുന്നതാണ്, വേറെ വീട്ടിൽ കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല, എന്നാൽ പിന്നെ പോവാന്ന് പറഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ വന്നു. അപ്പോൾ അമ്മയ്ക്കാകെ വേണ്ടത് ചെരുപ്പായിരുന്നു. അപ്പോൾ കുറച്ച് ചെരുപ്പുകളൊക്കെ അമ്മ നോക്കി. അമ്മ അതിൽ നിന്ന് 1, 2 ചെരുപ്പ് എടുത്തിട്ടുണ്ട്. നല്ല വിലക്കുറവുണ്ടാവും കേട്ടോ, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ളത്. പക്ഷെ ഞാൻ അധികം ചെരുപ്പ് പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കാലിന് ചെറിയ പൊട്ടൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് വിലക്കുറവിന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൈസ നമ്മൾ സ്കിന്നിൻ്റെ ഡോക്ടർക്ക് കൊണ്ട് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനങ്ങനെ ചെരുപ്പിലേക്ക് അധികം ശ്രദ്ധ കൊടുക്കാറില്ല. അതും കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലെത്തി. പിന്നെ ഇതാ എല്ലാവരും കുളിച്ചിട്ട് വാഴ 2 സിനിമ കാണാണ്. എല്ലാ അമ്മമാരും ഉണ്ട്. പിന്നെ അപ്പോഴത്തേക്കും വസു ഉറങ്ങിയിട്ട് ഇപ്പോഴാണ് കേട്ടോ എണീക്കുന്നത്. ഏകദേശം രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ വസുവിനെ എണീപ്പിച്ച് ഞാൻ പിന്നെ കുറച്ച് നേരം മുകളിലേക്ക് പോയി. മുകളിൽ പണി തകൃതിയായിട്ട് നടക്കുകയാണ്. അപ്പോൾ നാളെ പാലുകാച്ചലാണ്. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടാം. അപ്പോൾ ശരി, ബൈ, വീണ്ടും കാണാം.